ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മല്ലികയാണെങ്കിലോ ശ്രീനാഥ് ജീവിച്ചിരിപ്പുണ്ട്, അത് വർഷ പറഞ്ഞത് അതനുസരിച്ച് സത്യം തന്നെയായിരിക്കും മാഡം. കാരണം അവരുടെ നാട്ടിലൊരു ചക്ക വിൽക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, അയാൾ പറഞ്ഞിട്ടുണ്ട് ശ്രീനാഥിനെ കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണ്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം വിവേകിനും അറിയുന്നുണ്ടാവുമെന്ന് മല്ലിക പറയുന്നുണ്ട്. ഒരിക്കലുമില്ല, അവളെ ഇഷ്ടമാണെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും ശ്രീനാഥ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും അവനത് പറയാതിരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ആ ചക്ക വിൽക്കുന്ന ആളെ കണ്ടെത്തിയിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവരോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനത് കണ്ടുപിടിച്ച് തരും എന്ന് പറയുന്നു. മല്ലികയ്ക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്നെങ്കിൽ തനിക്കിവിടെ ഡബിൾ പ്രൊമോഷൻ ആവും, മാത്രമല്ല സാലറിയും കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ല മാഡത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ. പിന്നെ ധനമാണെങ്കിലോ ഒരു സിനിമ കണ്ടിട്ട് അങ്ങനെ വിഷമത്തോടുകൂടി കരയാണ് കേട്ടോ. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ സിനിമയിലാണെങ്കിലോ സ്വന്തം ഭാര്യയെ കാമുകന് വിട്ടുകൊടുക്കുന്ന നമ്മുടെ ഇതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല ധനം എന്ന് പറയുന്നു. അതൊരിക്കലും നടക്കില്ല. താലി കെട്ടിയ പെണ്ണിനെ മറ്റൊരു ആൾക്കാരെങ്കിലും വിട്ടു കൊടുക്കുമോ എന്നൊക്കെ ധനം ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് വസുന്ധരയും പറയുന്നുണ്ട്. പക്ഷേ ഇത് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വസു എന്ന് പറയുമ്പോൾ തൻ്റെ ശ്രീനാഥിൻ്റെ കുറിച്ചും അതുപോലെ വർഷയുടെ വിവേകിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് വസുന്ധര. സത്യം പറഞ്ഞ് ഇതിങ്ങനെ ലൈഫിൽ സംഭവിക്കുമോ എന്നുള്ളതായി. അതിനുശേഷം തന്നെ നമ്മളെ രാഹുലിനെയും അഞ്ജുവിനെയും കാണിക്കുന്നത്. കാരണം ഇപ്പോൾ തട്ടുകടയിലെ ഭക്ഷണമാണ് ഇപ്പോൾ എപ്പോഴും രാഹുൽ കഴിക്കുന്നത്. കാരണം മറ്റ് നിവൃത്തികളൊന്നും ഇല്ല. ഇപ്പം ഉച്ചയ്ക്കാണെങ്കിലും 5 ഫുഡ് കൊണ്ടേ കൊടുക്കും. അങ്ങനെ രാഹുൽ പറയുന്നുണ്ട്, പണ്ടൊക്കെ അച്ഛൻ ഒരു ദിവസം ഞാൻ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് എന്നെ കെട്ടിയിട്ട് തല്ലി. അന്ന് മുതലേ ഈ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പോൾ തട്ടുകടത്തെ ഫുഡ് അന്ന് എനിക്കൊരു ചൂരലിൻ്റെ മണമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇത് സ്വാദുള്ള ഭക്ഷണമായി എനിക്ക് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾക്കിനി അധിക ദിവസമൊന്നും പിരിഞ്ഞിരിക്കേണ്ടി വരില്ല അഞ്ജു. എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ചും കൂടി ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതന്നെയായിരിക്കും നല്ലതെന്ന രീതിയിൽ പറയുമ്പോഴത്തേനും ശിവ വിളിക്കുന്നുണ്ട്. താൻ എന്താണോ ഇത്രയും സമയം വീട്ടിലേക്ക് എത്തിയില്ലേന്ന് ചോദിക്കുമ്പോൾ ഉടനെ 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കാം. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. ശരി, തൻ്റെ കിണവനോട് ഇവിടെ ആക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. എന്താണോ അങ്ങനെ പറയുന്നത്? കാരണം ചുറ്റും ശത്രുക്കൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആച്ചക്കുട്ടിയെ റൂമിലൊക്കെ തിരഞ്ഞപ്പോൾ നമ്മുടെ വർഷ കാണുന്നില്ല. ആ സമയത്ത് മോൾ എവിടെ പോയി എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ശിവയും അഞ്ജു ആണെങ്കിലും മോൾ നന്നായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ആളുകളാണ്. ഞാൻ ഇപ്പോൾ പേടിച്ച് പോയി. ഉറക്കം കിടത്തിയ മോളെ ഇപ്പോൾ കാണാനില്ല. എടുത്തു കൊണ്ടുപോകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകേണ്ടതെന്ന് പറയുന്നു. ഇവൾ തനിക്ക് മാത്രം സ്വന്തമല്ല, നമ്മുടെ എല്ലാവരുടെയാണ്. ഇനി അവളെ ഞങ്ങൾ കളിപ്പിക്കും, നോക്കുകയൊക്കെ ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. എത്രയും പെട്ടെന്ന് പ്ലേ സ്കൂളിൽ ചേർക്കണം എന്നൊക്കെ ശിവ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഇത്ര പെട്ടെന്നൊരു മാറ്റം? ഇങ്ങനെയൊന്നല്ലല്ലോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ശിവയൊന്നും ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്. അതൊക്കെ ആ സമയത്തല്ലേ. ഇവളെ കണ്ടാൽ ഒന്ന് സ്നേഹിക്കാതിരിക്കാൻ എങ്ങനെ പറ്റുക? കാരണം ഇവളെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇവളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നു. ആ സമയത്ത് അവിടേക്ക് അഭി വരുന്നുണ്ട്. ഞാൻ സമ്മതിക്കില്ല ഇവൾ നമ്മുടെ കൂടെ നിർത്താനായിട്ട്. കാരണം ഇപ്പോൾ വർഷയുടെയും വിവേകിൻ്റെയും വിവാഹ നിശ്ചയം പോലും നടക്കാൻ പോകുന്നില്ല ഇവൾ കൂടെ ഉണ്ടെങ്കിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു. അഭി, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതൊക്കെ വിവേക് ആൻറ്റിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞതാണെന്ന് ശിവ പറയുന്നുണ്ട്. ശിവ, നീയും മാറിയോ? നീ എൻ്റെ കൂടെ തന്നെ ആയിരുന്നല്ലോ, ഇപ്പോൾ നീയും മാറിയോ? വല്ലാത്തൊരു കഷ്ടമായിട്ടോ. ഈ കുട്ടി കാരണം എല്ലാം മുടക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ബബ്ബി പോകുന്നു. ഈ അഭിക്ക് ഇത് എന്ത് പറ്റി? എപ്പോൾ നോക്കിയാലും ദേഷ്യം മാത്രമേ ഉള്ളൂ. എന്തായാലും മോളെ ഞാൻ കൊണ്ടുപോയി ഉറക്കട്ടെ, മോൾക്ക് ഉറക്കം വരുന്നുണ്ടാവും എന്ന് വർഷ പറയുന്നുണ്ട്. എടോ, നമുക്ക് ഇവിടെ കിടക്കാടോ എല്ലാവർക്കും കൂടി. വർഷയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. തൻ്റെ കൂടെ 2 പേരും കൂടി നിൽക്കുന്നുണ്ട് ഈ മോളെ സ്നേഹിച്ചിട്ട്. പിന്നെ അഭിയാണെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കുഞ്ഞ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആൻറ്റി വിവേകേട്ടനുമായിട്ടുള്ള കല്യാണം നടത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ആകെ പ്രശ്നമാവുമല്ലോ. 6 മാസത്തിനുള്ളിൽ ശ്രീനാഥ് തിരിച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീനാഥിൻ്റെ അടുത്തേക്ക് പോവും. എല്ലാം കൊണ്ടും നഷ്ടം എനിക്ക് മാത്രമാണ്. അങ്ങനെ സംഭവിച്ചുകൂടാ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുക കേട്ടോ. നമ്മുടെ അഭി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അഭിക്ക് ശ്രീയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. പിന്നീടാണെങ്കിലോ വർഷയാണെങ്കിലോ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് മോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ശ്രീയും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ വിവേക് വരുന്നുണ്ട് കേട്ടോ. വിവേക് വന്നതിന് ശേഷം തന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് കൂടെ വന്നത്. അമ്മയാണെങ്കിൽ ഈ കുഞ്ഞിനെക്കുറിച്ച് 6 മാസത്തിനുള്ളിൽ നമ്മുടെ നിശ്ചയം കഴിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തനിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനും തയ്യാറായി. ഇനി തനിക്ക് എന്താണ് പ്രശ്നം? ഈ കുഞ്ഞിനെ നമുക്ക് ഓർഫണേജിലാക്കിക്കൂടെ എന്ന് പറയുമ്പോൾ
വിവേക് ഒന്നും പറയാനില്ല. എനിക്കാണെങ്കിലോ മോളെ പിരിഞ്ഞിരിക്കാനും സാധിക്കില്ല. ഞാൻ അതൊരു വാക്ക് കൊടുത്തു പോയി. ആ വാക്കിൻ്റെ പുറത്ത് അവളുടെ അച്ഛൻ തിരിച്ചു വരുന്നവരെ ഞാൻ എൻ്റെ മോളെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മോളെ പെട്ടെന്ന് കാണാനില്ല. അയ്യോ മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കുന്ന സമയത്ത് മോൾ എവിടെയും കാണാനില്ല. പുറത്ത് ഉണ്ടായിരിക്കും പറഞ്ഞിട്ട് സെക്യൂരിറ്റിനോടൊക്കെ പോയി ചോദിക്കുന്നു. അവിടെയൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ മോളാണെങ്കിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് മോൾ കരയുന്നുണ്ട്. കരയുന്നല്ല, വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീനാഥ് മോളെന്താ ഇവിടെ നിൽക്കുന്നത്, എനിക്ക് ചേച്ചിയുടെ അടുത്ത് പോകണമെന്ന് പറയുന്നു. മോളുടെ ചേച്ചീൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്നാണ് കുട്ടി പറയുന്നത്. കാരണം പേരറിയില്ലല്ലോ കുട്ടിക്ക്. അതെയോ ചേച്ചി, എന്നാൽ ഞങ്ങൾ ചേച്ചിയുടെ അടുത്തേക്ക് ആക്കാട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വിവേക് അവിടെ വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കുട്ടിയാണെന്ന് പറയുന്നു. എന്താണ് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ശ്രദ്ധയില്ലാതെയാണോ നോക്കുന്നത്? പെട്ടെന്ന് ആ കുട്ടിയെ കാണാതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നുണ്ടെങ്കിൽ, കുട്ടി പുറത്തിറങ്ങി പോവുക, ആരെങ്കിലും കൊണ്ടുപോവുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഞങ്ങളുടെ ശ്രദ്ധ തെറ്റിയതാണ്. ഇനി നല്ല രീതിക്ക് കുഞ്ഞിനെ നോക്കണം കേട്ടോ പറയുന്നുണ്ട്. മോളുടെ പേരെന്താ? പേര് അർച്ച എന്ന് പറയുന്ന സമയത്ത് തൻ്റെ വർഷയുടെ അനിയത്തെക്കുറിച്ച് ശ്രീനാഥ് അവിടെ ചിന്തിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ശരി എന്ന് പറഞ്ഞ് ശ്രീനാഥ് പോകുന്നുണ്ട്. വിവേക് ശ്രീനാഥിന് തിരിച്ചറിയില്ല. കാരണം ശ്രീനാഥിനെ ഫോട്ടോ ഒന്നും വിവേക് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നേരെ തിരിച്ചും. അതുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം തന്നെ മോളെ കിട്ടിയോയെന്ന് പറഞ്ഞിട്ട് വർഷം ഓടിപ്പോയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. അവൻ വർഷ പൊട്ടി കരയുന്നുണ്ട്. താൻ ഒന്ന് കരയാണ്ട് നിർത്ത്. കാരണം ഇതൊരു ഷോപ്പിംഗ് മോളാണ്. ഇങ്ങനെ കരഞ്ഞ നാട്ടുകാരെല്ലാവരും കേൾക്കും. താനൊന്ന് കണ്ണ് തുടയ്ക്കുമെന്ന് പറയുന്നു. മോൾക്ക് ഡ്രസ്സൊന്നും എടുത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ, ബാക്കി ഡ്രസ്സും കൂടി നമുക്ക് എടുക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ശരിയെന്ന് പറയുന്നു. ആ സമയത്ത് വീണ്ടും ആണെങ്കിലോ കുഞ്ഞിനെ കുറിച്ച് വേവലാതി കാണുന്ന വിവേക് പിന്നെയും ടെൻഷൻ ആവുന്നുണ്ട്. ഇവൾക്ക് വർഷയ്ക്ക് ഒരിക്കലും കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിവേക് അവിടെ മനസ്സിലാക്കുന്നത്. വിവേകിനോട് പറയുന്നുണ്ട്, ആർച്ചമ്മ സമയത്ത് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് വിവേക് എൻ്റെ പുറകെ വരരുത്. അപ്പോൾ തന്നെ കുഞ്ഞ് എന്നയിൽ നിന്ന് മിസ്സാവുകയാണ്. കണ്ട ശ്രദ്ധ തെറ്റിയത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. എൻ്റെ മിസ്റ്റേക്കാണ് വർഷം, ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ മോള് ഇപ്പോൾ കാണാണ്ടായത്. വിവേക് എല്ലാ തെറ്റും ഇങ്ങനെ ഏറ്റെടുക്കണം എന്തിനാ വിവേക്? കാരണം ഇതിപ്പോൾ എൻ്റെ തെറ്റല്ലേ? കുഞ്ഞിനെ കൂടെ നിർത്താത്തത് ഞാനല്ലേ? അതുകൊണ്ടാണല്ലോ കുഞ്ഞ് കാണാതെ ആയത്. എല്ലാ തെറ്റും ഇങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യം എന്താണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിവേകെ, എന്നെ വിവാഹം കഴിക്കുന്നതിന് വിവേകിന് ഇപ്പോഴും എന്തിനാ ഇത്ര താല്പര്യം? നിർബന്ധമാണെന്ന് ചോദിക്കുന്നുണ്ട്. വർഷം നിന്നെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് പറയുന്നു. പിന്നെ അമ്മയൊന്നും ചിലപ്പോൾ ഒരു പരിധി വരെ സമ്മതിച്ചു 6 മാസത്തിനുള്ളിൽ. പക്ഷേ ഇനി അവരോട് സമയം ചോദിക്കുക എങ്ങനെയാണോ എന്ന് പറയുന്നുണ്ട്. അച്ഛനാണെങ്കിലോ നമ്മുടെ കൂടെ നിൽക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. വർഷം ചോദിക്കുന്നുണ്ട് വിവേകിനോട്, ആൻറ്റി സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ല. ആൻറ്റിക്ക് എന്നെ സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്ന് വീണ്ടും പറയണം കേട്ടോ. എൻ്റെ വർഷം നീ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മയെ ഞാൻ എതിർത്ത് നിൽക്കാം, എന്ത് കാരണമാണ് വെച്ചാലും. പക്ഷേ താൻ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളത് എനിക്ക് ഉറപ്പ് തരണമെന്ന് പറയുന്നു. ആ സമയത്ത് വർഷയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ് വിവേക് വർഷയെ. ആ സമയത്ത് തൻ്റെ നിവർത്തികേട് കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ആയി മാറുകയാണ്. എന്തായാലും വരുന്ന എപ്പിസോഡിൽ ഇതിന് ബാക്കിയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എൻ്റെ എപ്പിസോഡ് വിശേഷം.